നിങ്ങളുടെ സ്വന്തം വർണ്ണ. അപ്പോൾ ഞാൻ പെട്ടെന്ന് എണീറ്റപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്താലോ എന്ന് തോന്നി. അത് മാത്രമല്ല, സൗഭാഗ്യ വെങ്കടേഷിൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ആൾ എപ്പോഴും ലോങ് വീഡിയോസാണ് ഇടുക. അതിന് എഡിറ്റ് ചെയ്യാൻ എടുക്കുന്നൊരു സമയം, ആളുടെ ഒരു ഡെഡിക്കേഷൻ, അതൊക്കെ കൊണ്ടിട്ട് ഞാനും ഓക്കെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് പറഞ്ഞൊരു വ്ളോഗ് പോലെ എടുക്കുകയാണ്. പിന്നെ അഖിലേട്ടന് ലീവ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നാലും അഖിലേട്ടൻ ഷൂട്ട് ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഹെയർ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ആക്ച്വലി നൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ടായാലും ഞാൻ ടൗണിലൊക്കെ പോവും. അതുപോലെ ഹെയർ അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് അതേ കോലത്തിലാണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ എങ്ങനെയാണോ അതാണ്, അല്ലാതെ പെട്ടെന്ന് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി തല അങ്ങനെ ഒന്നും കെട്ടാനോ ഒന്നും നിന്നിട്ടില്ല. സോ ഇഗ്നോർ ദ ഡ്രസ്സിങ് ആൻഡ് ഹെയർ സ്റ്റൈൽ. അപ്പോൾ ഞാൻ എന്താ എണീച്ച് ചായയൊക്കെ കുടിച്ച് പിന്നെ ചെറിയ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് പിന്നെ നമ്മുടെ സ്വന്തം അടിച്ചു വാരൽ തുടയ്ക്കൽ പണി ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ റൂമിലോട്ട് എന്തിനോ പോവുകയാണ് കേട്ടോ. ആക്ച്വലി താഴത്തുനിന്ന് 1 കിലോമീറ്റർ ഉണ്ട് എൻ്റെ റൂമിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നടന്നാൽ തന്നെ ഒരു എക്സസൈസ് ആവും. അപ്പോൾ ഞാൻ 1-2 തവണയൊക്കെ ഒരു ദിവസം മുകളിൽ പോയി താഴെ വരാറുണ്ട് കേട്ടോ, ഒരു എക്സസൈസിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഉള്ളിക്കറി വെക്കുക കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു ഉള്ളിക്കറിയാണ്, കുക്കറിൽ വെക്കാൻ പറ്റുന്ന ഒന്നാട്ടോ. ഇതെൻ്റെ അമ്മയുടെ ഒരു ഡിഷാണ്. അപ്പോൾ ഞാനത് അമ്മയുടെ ഡിഷൊന്നും അല്ല എങ്കിലും അമ്മ പറഞ്ഞു തന്നിട്ട് അങ്ങനെ ഞാൻ വെക്കുകയാണ്. പിന്നെ അഖിലേട്ടൻ ദോശ ചൂടുന്നുണ്ടായിരുന്നു. ആ ഒരു സമയം ഞാൻ പോയിട്ട് തുടയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതൊക്കെ അഖിലേട്ടനാണ്, ഞാൻ മറന്നു തന്നെ പോയി. പിന്നെ ദോശ, ഉള്ളിക്കറി, ചട്നി അതൊക്കെ കൂടി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഞാൻ അവനെ കളിപ്പിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. ഇത് അഖിലേട്ടൻ്റെ അനിയത്തിയുടെ കൊച്ചാണ് കേട്ടോ. അതിന് ശേഷം പിന്നെ ഉച്ചയ്ക്കുള്ള ഉരുളക്കിഴങ്ങല്ല ക്യാരറ്റ് ഉപ്പേരി കേട്ടോ. എനിക്ക് എന്തെങ്കിലും ഒരു വെജിറ്റബിൾ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിച്ചേ പറ്റുള്ളൂ കേട്ടോ. എനിക്ക് ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഞാൻ അരിയാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ അഖിലേട്ടന് ഇത്തിരി സ്പീഡ് കൂടുതലാണ്, അപ്പോൾ അരിഞ്ഞ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അഖിലേട്ടൻ പ്രോ ആണ് കേട്ടോ അരിയുന്നതിൽ. ഞാൻ തന്നെ കേട്ടോ വയ്ക്കുക, അഖിലേട്ടൻ അരിഞ്ഞ് തന്നതാണ്. പിന്നെ അതിന് ശേഷം കുളിക്കാൻ വേണ്ടി വന്നതാണ്. ഹെയർ വാഷ് ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ തലയൊക്കെ നനച്ച് കുളിച്ച് പിന്നെ നനച്ചൊക്കെ ഇട്ട ശേഷം പിന്നെ കുറച്ച് സെൽഫ് പാമ്പറിങ് ടൈമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും എനിക്ക് വേണ്ടി 10 മിനിറ്റെങ്കിലും എനിക്ക് വേണ്ടി മാറ്റി വയ്ക്കും. കുറച്ച് നേരം മിണ്ടാതിരുന്ന് ഒറ്റയ്ക്കിരുന്ന് അങ്ങനെയൊക്കെ ഒരു റൂട്ടീൻ പോലെ കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തൈര്, ചോറ്, പിന്നെ നമ്മുടെ സ്വന്തം ക്യാരറ്റ് ഉപ്പേരി, ദാറ്റ്സ് മൈ ഫേവറേറ്റ്. പിന്നെ നമ്മൾ സിനിമ കാണാൻ വേണ്ടി പോവുകയാണ്. കിഷ്കിന്ദ കാണ്ഡം മൂവി കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അഖിലേട്ടന് പനി വന്ന ശേഷം കണ്ടില്ലേ, കയ്യിലൊക്കെ ഇങ്ങനെ ഒരു അലർജി. അഖിലേട്ടനൊരു പനി വന്നപ്പോൾ ആ ഒരു അലർജിയാണ്. ഇപ്പോഴത്തെ പനിയൊക്കെ എന്തായാലും ഇമ്മ്യൂണിറ്റി കുറവായിട്ടാട്ടോ അഖിലേട്ടന് പനി വന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം നല്ല ഫുഡ് കഴിക്കാനൊക്കെ നോക്കുക. പിന്നെ ഞാൻ ഒരു ബ്ലാക്ക് കറൻറ്റ് ഓർഡർ ചെയ്തു കേട്ടോ. ഞാൻ വിചാരിച്ചു ബ്ലാക്ക് കളറിൽ എന്തോ ഒരു സംഭവമാണെന്ന്, അറിവില്ലായ്മ, പക്ഷെ നല്ലൊരു ടേസ്റ്റുള്ളൊരു സാധനമാണ്. പിന്നെ നമ്മൾ സിനിമയൊക്കെ കണ്ടു. കിഷ്കിന്ദ കാണ്ഡം മൂവി കണ്ടിട്ട് ഇറങ്ങിയതാട്ടോ. കൂടുതലും ഞാനിങ്ങനെ ഫിലിംസിനൊന്നും ഞാനങ്ങനെ റിവ്യൂ കൊടുക്കാറില്ല. ഞാൻ ഫിലിം കണ്ടിട്ടുണ്ടെങ്കിലും ഞാനിങ്ങനെ വീഡിയോസിലൊന്നും പറയാറില്ല. പക്ഷെ ഈ ഒരു മൂവി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഒന്നല്ല, നമുക്ക് 2-3 പ്രാവശ്യം തിയേറ്ററിൽ പോയി കണ്ടാലും നമുക്ക് ബോറടിക്കില്ല കേട്ടോ. അഖിലേട്ടൻ സിനിമയൊക്കെ കണ്ടിട്ട് കരയായിരുന്നു. എനിക്ക് കരച്ചിലൊന്നും വന്നില്ല, പക്ഷെ നല്ല അടിപൊളിയായിട്ട് അത് എടുത്തിട്ടുണ്ട്, ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയില്ല. ഓരോ ആക്ടറും, അത് കൂടുതലും മെയിൽ ആക്ടേഴ്സാണ് അത് ലീഡ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഒന്നിനൊന്ന് ആ ഒരു ആക്ടിങ് ആയാലും നമ്മളെ അവിടെ ഇങ്ങനെ പിടിച്ചിരുത്തും. അല്ലെങ്കിൽ നമുക്കൊരു ഇൻ്റർവെല്ലിന് ബ്രേക്കിന് നമുക്ക് പുറത്തു പോകാൻ തോന്നും, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് മൂത്രം ഒഴിക്കാനൊക്കെ പോകാൻ തോന്നില്ല. പക്ഷെ ഇതൊന്നും അങ്ങനെ ഒന്നും തോന്നില്ല. അടുത്തതെന്ത് ക്ലൈമാക്സ് ആയാലും എല്ലാം അടിപൊളിയായിട്ട് തോന്നി കേട്ടോ. അപ്പം അത് അടിപൊളിയായിട്ട് തോന്നിയപ്പോൾ നിങ്ങളോട് കൂടി ഷെയർ ചെയ്തു എന്ന് മാത്രം. യെസ്, എങ്ങനെയുണ്ട് മൂവി? കരഞ്ഞില്ലേ? എന്താ പ്രസംഗോ? അഖിലേട്ടൻ എന്താ ജീവിക്കായിരുന്നു. യെസ്, അപ്പൊ എല്ലാരും തിയേറ്ററിൽ പോയി കണ്ടോളൂ കേട്ടോ. അപ്പോൾ ആക്ച്വലി നല്ലൊരു മൂവിയൊക്കെ കണ്ട് വീടെത്തി. പിന്നെ നമ്മൾ വീടെത്തിയ ശേഷം പിന്നെ ഇവനെ എടുത്തിട്ട് കുറച്ച് നേരം നടക്കാൻ ഇറങ്ങോട്ട്. ഇവനുള്ള സമയം അല്ലെങ്കിലൊന്നും ഇങ്ങനെ നടക്കാനൊന്നും ഇറങ്ങില്ല. ഇവനിങ്ങനെ ആട്, മാട്, കോഴി ഇതിനെയൊക്കെ നല്ല ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു ഈവനിങ് വെയിലൊക്കെ താഴ്ന്ന ശേഷം അവിടെയുള്ള ആട്, മാട്, പിന്നെ ഇവിടെ വേറെ തോമസ് എന്ന് പറഞ്ഞൊരു പട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെയൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങും. പിന്നെ ഞാൻ മുറ്റം അടിച്ചു വാരുകയാണ് കേട്ടോ. ഞാൻ മുറ്റം അടിക്കുന്നതും ഭയങ്കര സിനിമാറ്റിക് രീതിയിൽ ക്യാപ്ചർ ചെയ്ത അഖിലേട്ടനിരിക്കട്ടെ ഇന്നത്തെ ലൈക്ക്. അതുപോലെ വീഡിയോ
ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ ഷട്ടിൽ കളിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷട്ടിൽ ആക്ച്വലി എനിക്ക് വേണ്ടി ഞാൻ കളിക്കുകയല്ല, അഖിലേട്ടന് വേണ്ടിയിട്ടാണ്. കാരണം അഖിലേട്ടനൊരു ടീച്ചറാണ്, ബട്ട് ബ്രെയിന് മാത്രമേ വർക്കാവുന്നുള്ളൂ, ശരീരം അനങ്ങാറേ ഇല്ല. അത് ശരിക്കും കേടാണ്. നമ്മൾ ദിവസം പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും കുറച്ചെങ്കിലും എന്തെങ്കിലും വ്യായാമം ചെയ്യണം. അല്ലെങ്കിൽ ഒരു കുറച്ച് വയസ്സാവുമ്പോഴേക്കും തന്നെ നമുക്ക് കിടക്കേണ്ടി വരും ബെഡിൽ. അപ്പോൾ ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ നമ്മുടെ ആരോഗ്യം നോക്കണം കേട്ടോ. അപ്പോൾ അഖിലേട്ടന് വേണ്ടിയിട്ടാണ് ഞാൻ ഷട്ടിൽ വാങ്ങിച്ചത് തന്നെ. പിന്നെ അതിന് ശേഷം ഞാൻ മാത്രമേ ഇവിടെ ഈവനിങ് പലഹാരം ടൈപ്പ് കഴിക്കുള്ളൂ. എനിക്ക് ചോറ് കഴിക്കാൻ ഇഷ്ടമല്ല കേട്ടോ. പെട്ടെന്ന് ഈ ഒരു ദോശ ചുട്ട് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അമ്മ ഓർമ്മ വന്നു കേട്ടോ. പെട്ടെന്ന് ദോശ ചുടുമ്പോൾ എനിക്ക് എൻ്റെ അമ്മ ചുടുന്ന ദോശയൊക്കെ ഓർമ്മ വന്നു. അതൊരു മൂൺ ഷേപ്പിലായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ കുറച്ച് സന്തോഷമൊക്കെ ആയി. അപ്പോഴേക്കും അഖിലേട്ടൻ പൊറോട്ടയും എന്തോ ഒരു കറിയും കൊണ്ട് വന്നു കേട്ടോ. അപ്പോഴേക്കും എൻ്റെ ആ ഒരു മൂണിനെ അഖിലേട്ടൻ എടുത്ത് കഴിച്ചെന്നാണ് തോന്നണത്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, അതൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല. പിന്നെ നമ്മളെന്താണ് റെഡിയായിരുന്നു. പിന്നെ നമ്മൾ മേലൊക്കെ കഴുകി പിന്നെ ഞാൻ കിടക്കാൻ വേണ്ടി റെഡിയായി. അപ്പോൾ നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ.